കോളേജ് പഠനം കഴിഞ്ഞതിന് ശേഷം കഴിവിനനുസരിച്ചൊരു ജോലി സ്വപ്നം കാണാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. എന്നാൽ നമ്മുടെ നാട്ടിൽ കഴിവുണ്ടായിട്ടും അർഹിക്കുന്ന ജോലി ലഭിക്കാത്ത ആളുകൾ ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് വളരെ മികച്ച ഒരു പ്ലാറ്റ്ഫോമാണ് റീലെവൽ ഒരുക്കുന്നത്. പലപ്പോഴും ഒരു ജോലി ലഭിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ നല്ല ഒരു കോളേജിൽ നിന്നുമുള്ള ഡിഗ്രി സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ഒരുപാട് എക്സാമുകൾ എഴുതി പാസ്സായി അതിനുശേഷം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അതിലും പാസ്സായി ഒക്കെ വേണം ജോലി ലഭിക്കാൻ. എന്നാൽ റീലെവലിൻ്റെ സഹായത്തോടെ ഡിഗ്രി വിദ്യാഭ്യാസം കംപ്ലീറ്റ് ചെയ്യാത്തവർക്കും ഡിഗ്രി ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഒക്കെ തന്നെ ജോലി ലഭിക്കാവുന്ന സാഹചര്യമാണ് ഉണ്ടായി വന്നിരിക്കുന്നത്. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് റീലെവൽ വെബ്സൈറ്റിൽ കയറി സൈനപ്പ് ചെയ്യുക. അതിനുശേഷം നമുക്കിഷ്ടമുള്ള ഒരു ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. ബാക്ക് എൻഡ് ഡെവലപ്മെൻറ്റ്, ഫ്രണ്ട് എൻഡ് ഡെവലപ്മെൻറ്റ്, ബിസിനസ് ഡെവലപ്മെൻറ്റ്, ഇപ്പോൾ പുതുതായി ലോഞ്ച് ചെയ്ത ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ് ടെസ്റ്റുകളും റീലെവൽ വഴി അറ്റൻഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് സൗകര്യപ്രദമായ ഡേറ്റും സമയവും നമുക്ക് തന്നെ തീരുമാനിക്കാവുന്നതാണ്. അതിനുശേഷം ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് റിസൾട്ട്സിനായി വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഇതിന് ശേഷമായിരിക്കും ഇന്ത്യയിലെ തന്നെ മികച്ച യൂണിക്കോൺ കമ്പനികളായിട്ടുള്ള ക്രെഡ്, അപ്ഗ്രാഡ്, റേസർപേ, ആർബൻ കമ്പനി പോലുള്ള മികച്ച കമ്പനികളിലുള്ള ജോബ് പൊസിഷൻസിലേക്കുള്ള ഇൻ്റർവ്യൂകൾ നടക്കുന്നത്. ഇത്തരം കമ്പനികളിൽ 1000-ലധികം ജോബ് പൊസിഷൻസ് അവൈലബിൾ ആണ്. നോൺ ടെക് റോളുകളിൽ മിനിമം 4 ലക്ഷത്തിൻ്റെ പാക്കേജും ടെക് റോളുകളിൽ മിനിമം 6 ലക്ഷത്തിൻ്റെ പാക്കേജുകളും അവൈലബിൾ ആണ്. പുതുതായി ലോഞ്ച് ചെയ്തിട്ടുള്ള ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റിന് 50 ലക്ഷമാണ് CTC വരുന്നത്. അതുമാത്രമല്ല, ടെസ്റ്റ് ക്വാളിഫൈ ചെയ്യുന്നവരിൽ ഹയസ്റ്റ് റാങ്ക് ഹോൾഡേഴ്സിന് റീലെവൽ തന്നെ നൽകുന്ന എക്സൈറ്റിംഗ് ഗുഡി ബോക്സസ് അവൈലബിൾ ആണ്. മാക്ബുക്ക്, ഐഫോൺ പോലുള്ള ഒരുപാടധികം ഗിഫ്റ്റ് ബോക്സസ് സ്വന്തമാക്കാൻ വളരെ എളുപ്പത്തിൽ ഇപ്പോൾ സാധ്യമാണ്. അതിന് കാരണം റീലെവൽ തന്നെ ഒരുക്കുന്ന മോക്ക് ടെസ്റ്റുകളാണ്. നമ്മുടെ റിയൽ ടെസ്റ്റിന് മുൻപ് നമുക്ക് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്ത് റിയൽ ടെസ്റ്റിന് വേണ്ടി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. ഈ രീതിയിൽ നമുക്ക് ടെസ്റ്റിന് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കുകയും നമ്മുടെ സ്കോർ നല്ല രീതിയിൽ ഉയർത്തി റീലെവലിൻ്റെ തന്നെ ഗുഡി ബോക്സസ് ഗിഫ്റ്റായി കിട്ടാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല, മികച്ച കമ്പനികളിൽ നിന്നുള്ള ജോബ് ഓഫേഴ്സ് നമ്മളെ തേടി ഇങ്ങോട്ട് വന്നു തുടങ്ങുകയും ചെയ്യുന്നു. ഇതിനായി നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് റീലെവൽ വെബ്സൈറ്റിൽ കയറി സൈനപ്പ് ചെയ്യുക. ടെസ്റ്റിന് വേണ്ടി രജിസ്റ്റർ ചെയ്യുക. നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള സമയവും ഡേറ്റും തീരുമാനിക്കുക. റീലെവൽ വെബ്സൈറ്റിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്ന മോക്ക് ടെസ്റ്റുകളും സാമ്പിൾ പേപ്പേഴ്സും ഉപയോഗിച്ച് ടെസ്റ്റിന് വേണ്ടി നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. അതിനുശേഷം ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. അപ്ഗ്രാഡ്, മീഷോ, 1mg, ക്രെഡ് പോലുള്ള ഇന്ത്യയിലെ തന്നെ 200ഓളം മികച്ച കമ്പനികളിൽ നിന്നുള്ള ജോബ് ഓഫേഴ്സ് നമ്മളെ തേടി വരുന്നതാണ്. നമ്മുടെ ഇടയിൽ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളുകളിൽ കാണാൻ സാധിക്കുന്ന 7 അടയാളങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിനർത്ഥം ഈ 7 അടയാളങ്ങൾ മാത്രമാണ് ഒരാളെ ഇൻ്റലിജൻ്റ് ആക്കുന്നത് എന്നല്ല, മറിച്ച് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാക്കുന്ന 7 അടയാളങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തേത് സോളിറ്റ്യൂഡ് അഥവാ ഏകാന്തത. സോളിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ആളുകൾ 2 രീതിയിൽ സോളിറ്റ്യൂഡ് അനുഭവിക്കുന്നുണ്ട്. അതായത് മറ്റുള്ളവരിൽ നിന്നെല്ലാം തന്നെ അകന്നുകൊണ്ട്, ഒറ്റപ്പെട്ടുകൊണ്ട്, അവർക്ക് കൂടെ ആരുമില്ല എന്ന വേദനയോടുകൂടെയുള്ള സോളിറ്റ്യൂഡ്. ഇനി അതല്ലാതെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി നമ്മൾ നമ്മുടെ കൂടെ തന്നെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യണമെന്ന് കരുതിയുള്ള സോളിറ്റ്യൂഡ്. ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളുകൾ രണ്ടാമത്തെ രീതിയിലുള്ള സോളിറ്റ്യൂഡ് കൂടുതൽ ഇഷ്ടപ്പെടുന്നവരാണ്. എന്തുകൊണ്ടാണ് അവർ ഇത്തരം ഏകാന്തത ഇഷ്ടപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ അതിന് ചില കാരണങ്ങൾ പറയാൻ സാധിക്കും. ആദ്യത്തേത് റിലാക്സ് ആവാൻ വേണ്ടി. ഒരുപാടധികം തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്നും ഒരല്പസമയം റിലാക്സ് ആവാൻ വേണ്ടി അവർ ഏകാന്തത ഇഷ്ടപ്പെടുന്നു. രണ്ടാമത്തേത് ടു അവോയ്ഡ് ഡിസ്ട്രാക്ഷൻ. ലോകത്തിൽ നമുക്ക് ചുറ്റും നടക്കുന്ന പലവിധ ഡിസ്ട്രാക്ഷൻസിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി. അതുപോലെ മൂന്നാമത്തേത് ടു തിങ്ക്. നമ്മളെപ്പറ്റി തന്നെ കൂടുതൽ ചിന്തിക്കാൻ വേണ്ടി. അതുപോലെ നാലാമത്തേത് ടു റിഫ്രഷ് വിത്ത് എ ഹോബി. നമുക്കിഷ്ടപ്പെട്ട ഒരു ഹോബി അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യാൻ വേണ്ടി കുറച്ച് സമയം ചെലവഴിക്കാൻ വേണ്ടി. ഉദാഹരണത്തിന്, ലോകം കണ്ട വലിയൊരു ജീനിയസ് ആയിരുന്ന ആൽബർട്ട് ഐൻസ്റ്റൈൻ തൻ്റെ ഒഴിവ് സമയങ്ങളിൽ വയലിൻ വായിക്കുമായിരുന്നു. അദ്ദേഹം ഇത് തൻ്റെ ഹോബിയായി കൊണ്ടുപോവുകയും അത് അദ്ദേഹത്തിന് നല്ല രീതിയിലൊരു റിലാക്സേഷൻ കൊടുക്കുകയും ചെയ്തിരുന്നു. രണ്ടാമത്തേത് സ്ട്രോങ് സെൻസ് ഓഫ് സെൽഫ്. ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളുകളെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ഒരടയാളം തന്നെയാണ് സ്ട്രോങ് സെൻസ് ഓഫ് സെൽഫ്. തൻ്റെ സ്വത്വത്തെപ്പറ്റി കൃത്യമായൊരു ധാരണ അവരിലുണ്ടായിരിക്കും. ഇതിന് കാരണം അവരുടെ സ്ട്രെങ്സ് അതുപോലെ അവരുടെ വീക്ക്നെസ്സസ് എല്ലാം തന്നെ അവർക്ക് കൃത്യമായി അറിയാം എന്നുള്ളത് കൊണ്ടാണ്.
എന്ത് കാര്യത്തിൽ ഇടപെടണം, എന്ത് കാര്യത്തിൽ ഇടപെടാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളെ പറ്റിയെല്ലാം അവർക്ക് കൃത്യമായ വ്യക്തമായ ധാരണയുണ്ടായിരിക്കും. എന്നാൽ സ്വയം ഇൻ്റലിജൻ്റ് ആണെന്ന് കരുതുന്ന പല ആളുകൾക്കും ഇത്തരത്തിലൊരു സ്ട്രോങ് സെൻസ് ഓഫ് സെൽഫ് ഇല്ല എന്നതാണ് സത്യം. പഠിപ്പും വിവരവുമൊക്കെ ഒരുപാടുണ്ട് എന്ന് കരുതി ആരും ഇൻ്റലിജൻ്റ് ആവണമെന്നില്ല. അവർക്ക് മറ്റു പല വിഷയങ്ങളിലും ഒരുപാടധികം അഗാധമായ അറിവുണ്ടായിരുന്നിരിക്കാം. എന്നാൽ സ്വത്വത്തെപ്പറ്റി ഒരു ധാരണയുമില്ല എങ്കിൽ അവർ ഇൻ്റലിജൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. മൂന്നാമത്തേത് ഓൾവേസ് വാണ്ട് ടു നോ മോർ. നമ്മുടെ സമൂഹത്തിൽ പലരുടെയും ധാരണ എന്ന് പറയുന്നത് ഒരു ഡിഗ്രി വിദ്യാഭ്യാസം കഴിയുന്നതുകൂടി അവരുടെ ഔപചാരിക വിദ്യാഭ്യാസം അവസാനിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. നമുക്ക് നമ്മുടെ മരണം വരെ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയും അറിവ് ആർജിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യാവുന്നതാണ്. എന്നാൽ പലരും ഇത് ചെയ്യുന്നില്ല എന്ന് മാത്രം. വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം ഒരു ജോലി നേടി കുറച്ച് പണം സമ്പാദിക്കണം എന്ന ഒരു ചട്ടക്കൂടിലേക്ക് അവരുടെ മനസ്സിനെ ഒതുക്കിക്കളയുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളുകൾ ഒരിക്കലും അവരുടെ പഠനം അവസാനിപ്പിക്കുന്നില്ല. അവർ വായിക്കുന്ന പുസ്തകങ്ങളും പത്രങ്ങളും യൂട്യൂബിൽ കാണുന്ന വീഡിയോസും എല്ലാം തന്നെ അവരുടെ പഠനോപകരണങ്ങളായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് ഒരിക്കലും ഒരു വിഷയത്തിലും അവർ ലിമിറ്റ് ചെയ്യുന്നില്ല എന്നതാണ്. അവർക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾ തേടി കണ്ടുപിടിച്ച് അതിൽ കൂടുതൽ അറിവ് അവർ നേടിക്കൊണ്ടേയിരിക്കും. ഇതാണ് അവരെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന മറ്റൊരടയാളം. നാലാമത്തേത് ഒബ്സർവേഷൻ അഥവാ നിരീക്ഷണ പാഠവം. ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളുകൾ മറ്റുള്ളവരിൽ നിന്നും വളരെ വ്യത്യസ്തമായി തന്നെ കാര്യങ്ങളെ വളരെ കീനായി ഒബ്സർവ് ചെയ്യാൻ കഴിവുള്ളവരായിരിക്കും. ഇതിനർത്ഥം അവർ മറ്റുള്ളവരിൽ നിന്നും കാര്യങ്ങളെ നിരീക്ഷിക്കുന്നതിൽ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ പുലർത്തുന്നവരായിരിക്കും. അതുകൊണ്ട് തന്നെ ഏതൊരു വിഷയത്തിലും അവർക്ക് വളരെ കൃത്യമായ ഒരു നിലപാട് സ്വീകരിക്കാൻ സാധിക്കും. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും. എന്നാൽ എല്ലാവരും ഒരേ രീതിയിലായിരിക്കില്ല ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളെ ഒബ്സർവ് ചെയ്യുന്നത്. അതുകൊണ്ട് മറ്റുള്ളവരിൽ നിന്നും വളരെ വ്യത്യസ്തമായി ഈ വീഡിയോയിലെ കാര്യങ്ങളെ ഉൾക്കൊള്ളാനും അതിൽ നിന്നും ജീവിതത്തിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. അഞ്ചാമത്തേത് മാനേജിങ് ഇമോഷൻസ്. മനുഷ്യരായിട്ടുള്ള നമുക്കെല്ലാവർക്കും തന്നെ എല്ലാവിധ ഇമോഷൻസും ഉണ്ടാവും. അത് സന്തോഷമായാലും സങ്കടമായാലും ദേഷ്യമായാലും എല്ലാ ഇമോഷൻസും എല്ലാവരിലും ഉണ്ടാവും. എന്നാൽ അതിനെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അറിയുന്ന ഒരാൾ തീർച്ചയായും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരാളായിരിക്കും. ഇതിനർത്ഥം സന്തോഷിക്കുന്നതോ സങ്കടപ്പെടുന്നതോ ദേഷ്യപ്പെടുന്നതോ ഒന്നും തെറ്റാണ് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊന്നുമല്ല. എന്നാൽ നമ്മുടെ ഇമോഷൻസിനെ കൃത്യമായി മനസ്സിലാക്കി നമ്മൾ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യുന്നു, ഏതൊക്കെ ഇമോഷൻസ് നമുക്ക് വരുന്നു എന്നതൊക്കെ കൃത്യമായി മനസ്സിലാക്കി ഏതൊക്കെ സാഹചര്യത്തിൽ ഏതൊക്കെ രീതിയിൽ റിയാക്ട് ചെയ്യണമെന്ന വ്യക്തമായ ധാരണയോടെ നമ്മുടെ ഇമോഷൻസിനെ മാനേജ് ചെയ്യാൻ നമുക്ക് കഴിയണം. ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളുകളെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അടയാളം തന്നെയാണ് മാനേജിങ് ഇമോഷൻസ്. ആറാമത്തേത് ക്രിയേറ്റിവിറ്റി എന്ന് പറയുമ്പോൾ ഇതുവരെ ലോകത്തിൽ ആരും തന്നെ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ ആ രീതിയിൽ ചിന്തിക്കുക എന്നതൊന്നുമല്ല. ലോകത്തിൽ ഒരുപാട് പേർ വളരെ ക്രിയേറ്റീവായിട്ട് പല കാര്യങ്ങളും ഇപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇതിനു മുൻപും ഒരുപാട് പേർ ചെയ്തിട്ടുമുണ്ട്. എന്നാൽ ഇതിൽ നിന്നെല്ലാം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്ന് ആദ്യം മനസ്സിലാക്കി അതിനുവേണ്ടി നമ്മുടെ മനസ്സിനെ സ്വയം പ്രിപ്പയർ ചെയ്യുക. ഇവിടെ നമ്മൾ ഒരിക്കലും നമ്മുടെ പഠനത്തെ ലിമിറ്റ് ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ വെറും ഒരു സോഴ്സിൽ നിന്നും മാത്രമാണ് പഠിക്കുന്നത് എങ്കിൽ നമ്മൾ അതിനെ കോപ്പി ചെയ്യാനേ ശ്രമിക്കുകയുള്ളൂ. നമ്മൾ മറ്റൊരു കോപ്പി കാറ്റായി മാറുകയാണ് അവിടെ. മറിച്ച് ഒന്നിൽ കൂടുതൽ സോഴ്സുകളിൽ നിന്നും നമ്മൾ പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിൽ നിന്നെല്ലാമുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ സാധിക്കുകയും അത് നമ്മുടെ ക്രിയേറ്റിവിറ്റി നല്ല രീതിയിൽ എൻഹാൻസ് ചെയ്യുകയും ചെയ്യുന്നു. ഈ കാരണം കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഉള്ളിലെ ക്രിയേറ്റിവിറ്റിയെയും കൂടുതൽ ബൂസ്റ്റപ്പ് ചെയ്യുകയും വേറെ ലെവലിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ മറ്റുള്ളവരിൽ നിന്നും നമ്മൾ പഠിച്ച കാര്യങ്ങളും നമ്മുടെ സ്വന്തം കഴിവുകളും കൂട്ടിച്ചേർത്തുകൊണ്ട് ഇടകലർത്തിക്കൊണ്ട് നമുക്ക് ഒരുപാടധികം ക്രിയേറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ യുണീക്നെസ് ഒരിക്കലും കൈവെടിയാതിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ക്രിയേറ്റിവിറ്റിയെ എപ്പോഴും യുണീക്കായി വെക്കുക. എന്നാൽ മാത്രമേ ആളുകൾക്ക് നമ്മളെയും നമ്മുടെ ക്രിയേറ്റിവിറ്റിയും തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ യുണീക്നെസ്സാണ് നമ്മുടെ ഐഡൻറ്റിറ്റി. ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളുകളെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഈ ക്രിയേറ്റിവിറ്റിയും അതിൻ്റെ യുണീക്നെസ്സും തന്നെയാണ്.
ഏഴാമത്തേത് ഗുഡ് മെമ്മറി അഥവാ നല്ല ഓർമ്മശക്തി. ചില ആളുകൾക്ക് അവർ പഠിക്കുന്ന കാര്യങ്ങളും വായിക്കുന്ന കാര്യങ്ങളും കാണുന്ന കാര്യങ്ങളും എല്ലാം തന്നെ വളരെ കൃത്യമായി തന്നെ ഓർമ്മിച്ച് വയ്ക്കാൻ സാധിക്കും. ഇതിനെ ഫോട്ടോഗ്രാഫിക് മെമ്മറി എന്ന് വിളിക്കും. ഒരു ഫോട്ടോഗ്രാഫ് പോലെ അവർക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമായി തന്നെ ഓർത്തെടുക്കാൻ സാധിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ വിളിക്കുന്നത്. എന്നാൽ ചില ആളുകൾ അവർ പഠിക്കുന്ന സമയത്തും വായിക്കുന്ന സമയത്തുമൊക്കെ ആവശ്യമുള്ള വളരെ വേണ്ട ഇൻഫോർമേഷൻസ് മാത്രം ഓർത്ത് വയ്ക്കുകയും ചെയ്യും. ഇത്തരം ആളുകളെ നമുക്ക് ഇൻ്റലിജൻ്റായി കണക്കാക്കാവുന്നതാണ്. കാരണം അവർ ഒരിക്കലും അനാവശ്യമായ ഇൻഫോർമേഷൻ അവരുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്യുന്നില്ല. മറിച്ച് അവർക്ക് ആവശ്യമുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ മാത്രമാണ് അവർ ഓർമ്മിച്ച് വയ്ക്കുന്നത്. ഇത്തരം ആളുകൾ അവരുടെ ഇൻ്റലിജൻസിനെ മെമ്മറിയുമായിട്ട് വളരെയധികം ഇടകലർത്തി ഉപയോഗിക്കുന്നു എന്നതുകൊണ്ടാണ് ഇങ്ങനെ. ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളുകളിൽ കാണുന്ന 7 അടയാളങ്ങളെ പറ്റിയാണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത്. ഈ വീഡിയോ ഒന്നുകൂടെ കണ്ടതിന് ശേഷം ഇതിൽ ഏതൊക്കെ അടയാളങ്ങളാണ് നിങ്ങൾക്കുള്ളത് എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.